ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പ്രീമിയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ പ്രീമിയറിൽ മലയാളം ടൈപ്പ് ചെയ്യാം എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ സിസ്റ്റത്തിൽ ടൈപ്പിറ്റ്, അതേപോലെ തന്നെ IS മലയാളം, ഈ രണ്ട് സോഫ്റ്റ്വെയറുകളൊക്കെയാണ് സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ എന്തായിരിക്കണം, ഇൻസ്റ്റാൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മിക്ക ആളുകൾക്കും ഈ ഒരു സോഫ്റ്റ്വെയർ കിട്ടണമെന്നില്ല, മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയണമെന്നില്ല. ഓരോ കീവേഡിലും ഓരോരോ ലെറ്റേഴ്സാണ് കീബോർഡിൻ്റെ ലെറ്റേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ ഷിഫ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷിഫ്റ്റ് D അടിക്കുന്ന സമയത്ത് ആ വരും. ഇനി ഷിഫ്റ്റ് E അടിക്കുന്ന സമയത്ത് ആ എന്നൊരു ലെറ്റർ വരും. ഇനി ഷിഫ്റ്റ് F അടിക്കുന്ന സമയത്ത് E വരും. ഇനി ഷിഫ്റ്റ് R അടിക്കുന്ന സമയത്ത് എന്താ വരും, E എന്നുള്ളൊരു ഇത് വരും. അങ്ങനെ ഓരോ ലെറ്ററിൻ്റെ ഉള്ളിലും ഓരോരോ മലയാളം വേർഡുകൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. പക്ഷേ ഈ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഓക്കെ, എല്ലാവർക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. എങ്ങനെ മലയാളം ടൈപ്പ്, അങ്ങനെ എല്ലാ ലെറ്റേഴ്സും കൂടി വരുന്ന സമയത്ത് അങ്ങനെ പെട്ടെന്ന് മലയാളം ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു അധ്യായം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, പ്രീമിയർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഗൂഗിൾ ഇൻപുട്ട് മലയാളം, ഓക്കെ, ഗൂഗിൾ ഇൻപുട്ട് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഗൂഗിൾ എഴുത്ത് ഉപകരണങ്ങൾ എന്ന ഒരു സൈറ്റിലേക്ക് പോകും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതെന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ മംഗ്ലീഷിലാക്കി എന്ത് ചെയ്ത് കൊടുത്തേക്കാം, ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാം. മലയാളം ടൈപ്പിങ്ങിന് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെ നിന്ന് MALAYALAM മലയാളം, ജസ്റ്റ് ഏതൊരു മലയാളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ടോ, മലയാളം, ഈ ഒരു മലയാളമുണ്ട്. എനിക്കിപ്പോൾ ഈ ഒരു മലയാളമാണ് വേണ്ടത്. അത് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, സെലക്ട് ചെയ്ത് കൊടുത്തു. ടൈപ്പിംഗ്, TYPING ടൈപ്പിംഗ്. ഓക്കെ, ഏതൊരു ടൈപ്പിംഗ് ആണ് വേണ്ടത് അതെന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്ക്. എനിക്കിപ്പോൾ ഈ ഒരു ടൈപ്പിംഗ് ആണ് ആവശ്യം, അതെന്ത് ചെയ്ത് കൊടുത്തു, ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതിന് ശേഷം എന്ത് ചെയ്യുകയാണ്, ഞാൻ Ctrl+C അടിച്ചു. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ Ctrl+A അടിച്ചാലും മതി. Ctrl+C അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി എടുക്കാം. അതില്ലെങ്കിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുത്താലും കുഴപ്പമില്ല. ഇനി അടുത്ത ടാബ് ഓപ്പൺ ചെയ്യാം. അടുത്ത ടാബ് ഓപ്പൺ ചെയ്തിട്ട് വേറൊരു സൈറ്റ് ഉണ്ട്, കുറ്റി പെൻസിൽ, KUTT കണ്ടോ, കുറ്റി പെൻസിൽ. ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്യാറുള്ള ഒരു സൈറ്റാണ്, അതുകൊണ്ടാണ് കയറി വന്നിരിക്കുന്നത്. പകുതി ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കിന് കയറി വന്നത്. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, കുറ്റി പെൻസിലെടുത്തു. കുറ്റി പെൻസിലെടുത്തിട്ട് ഇങ്ങനെ വന്നൊന്നുമില്ല കേട്ടോ, ഓൾറെഡി ഞാൻ ചെയ്ത് നോക്കിയിരുന്നു, അതുകൊണ്ടാണ് ഓൾറെഡി റീസെൻ്റായിട്ട് അത് വന്നിരിക്കുന്നത്. ഓക്കെ, Ctrl+V അടിച്ച് എന്ത് ചെയ്യാണ്, പേസ്റ്റ് ചെയ്യാണ്, മലയാളം ടൈപ്പിംഗ് എന്ന് കണ്ടോ. അതായത് ഇവിടുന്ന് എന്ത് ചെയ്തു, Ctrl+C അടിച്ച് കോപ്പി എടുത്തിട്ട് കുറ്റി പെൻസിൽ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇവിടുന്ന് സെലക്ട് ചെയ്തു, Ctrl+V അടിച്ച് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. അപ്പോൾ നോക്കിയാൽ ഇവിടെ ടൈപ്പ് ചെയ്ത സെയിം കാര്യം തന്നെ എന്തായിട്ടുണ്ട്, ഇവിടെ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് ശേഷം കൺവേർട്ട് മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ FML എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, കോപ്പി ടു FML. ഓക്കെ, അതിന് മുന്നായിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തുണ്ടായിരിക്കണം, FML ഫോണ്ടുകൾ എന്താവണം, ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഏരിയൽ, ബ്രഷ് സ്ക്രിപ്റ്റ്, അങ്ങനെ കുറേ ഇംഗ്ലീഷ് ഫോണ്ടുകളില്ലേ, അതേപോലെ തന്നെ മലയാളം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ടുകളുടെ ഒരു ലിസ്റ്റാണ് FML, ML. ഓക്കെ, ഈ രണ്ട് ഫോണ്ടുകളും മലയാളം സപ്പോർട്ട് ചെയ്യുന്ന ഫോണ്ടുകളാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ എന്തുണ്ട്, FML ഫോണ്ടുകളുണ്ട്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് FML ഫോണ്ട് ഇൻസ്റ്റാളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ FML ഫോണ്ട് പാക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ നിന്ന് ഈ ഒരു സൈറ്റ് വേണമെന്നില്ല കേട്ടോ, ഏതൊരു സൈറ്റിൽ നിന്നും FML ഫോണ്ടുകൾ എടുക്കാം. FML മലയാളം ഫോണ്ട് പാക്കുകളാണ് 2022 കണ്ടോ, ഡൗൺലോഡ് നൗ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ അതെന്ത് ചെയ്യാണ്, ഇവിടെ മലയാളം ഫോണ്ടൊന്നും ഇതിലേക്ക് ഞാൻ ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് ഹെയർ കൊടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാവും, അത് എക്സ്ട്രാക്റ്റ് ഹെയർ ആവും. ഓക്കെ, അപ്പോൾ ഹിയർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ഈ രീതിയിൽ എന്താവും, മലയാളം ഫോണ്ടുകൾ കണ്ടോ, ഈ രീതിയിലും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. Ctrl+A അടിക്കുകയാണ്. Ctrl+A അടിച്ചിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്താവും, ഈ രീതിയിൽ എന്താവും, ഫോണ്ടുകൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എന്താവും, ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കും. എനിക്കിപ്പോൾ തൽക്കാലം ഈ ഫോണ്ടുകൾ എനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളൊരു കാരണവശാലും എന്ത് ചെയ്ത് കൊടുക്കരുത്, സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കരുത്. ഈ കണ്ടോ 224 ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ആവുന്നത് വരെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്തേക്കാം.
ഇത് ചില ടൈമിലേക്കും ചില ആളുകളുടെ സിസ്റ്റത്തിൽ FML ഫോണ്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് കണ്ടോ, ദി FML ആതിര ബോൾഡ് ഫോണ്ട് ഈസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ്, ഡു യു വാണ്ട് ടു റീപ്ലേസ് ഇറ്റ്? യെസ് കൊടുക്കണമെങ്കിൽ യെസ് കൊടുക്കാം, നോ കൊടുക്കണമെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ മിക്ക FML ഫോണ്ടുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്ത് കൊടുത്തേക്കുന്നത്, നോ എടുത്ത് പോകുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പോൾ ടോപ്പിക്കിലേക്ക് വന്നു. ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, കുറ്റി പെൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോപ്പി ടു FML സീരീസ് കൊടുക്കാം. കോപ്പി ടു FML സീരീസ് കൊടുക്കുന്ന സമയത്ത് വേറൊരു കൺവേർട്ട് ടു FML സീരീസ് ഇങ്ങനൊരു വിൻഡോയിലേക്ക് പോകും. ഓക്കെ, കോപ്പി ടെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായിട്ടുണ്ട്, ആ ഒരു വേർഡ് എന്തായിട്ടുണ്ട്, കോപ്പി ആയിട്ടുണ്ട്. ഇനി എവിടെയാണോ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്, അതിപ്പോൾ ടൈപ്പിംഗ് പ്രീമിയർ ആയിക്കോട്ടെ, ആഫ്റ്റർ എഫക്ട്സ് ആയിക്കോട്ടെ, ഇല്ലുസ്ട്രേറ്റർ ആയിക്കോട്ടെ, ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, എവിടെയാണോ, അതായത് ഏത് സോഫ്റ്റ്വെയറിലാണോ നമുക്ക് ഈ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത്, ആ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, പ്രീമിയർ ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പ്രീമിയർ ഓപ്പൺ ചെയ്തു. പ്രീമിയർ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഫയലിൽ ന്യൂവിൽ ടൈറ്റിലെടുത്തു. നമുക്ക് ടൈറ്റിലിന് പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പേര് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ചില മൂവീസിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇതിൽ ചിലപ്പോൾ ക്യാസ്റ്റിൻ്റെ ഒരു ഇത് കാണും, രണ്ടാമത്തെ ഇതിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വേറെ ഇതിലും ടൈറ്റിലുകൾ കാണും, മൂന്നാമത്തെ ഇതിലാണെങ്കിൽ ചിലപ്പോൾ ആക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റുകൾ കാണും, അഭിനയിച്ച ആളുകളുടെ ലിസ്റ്റുകൾ കാണും. അപ്പോൾ മൂന്നും ഇതായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെഡിങ്, സെക്കൻഡ് ഹെഡിങ്, തേർഡ് ഹെഡിങ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി എന്തായിരിക്കുമല്ലോ, ബെറ്റർ ആയിരിക്കുമല്ലോ. അതായത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എന്തായിരിക്കുമല്ലോ, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമല്ലോ. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മലയാളം ടൈപ്പിക്കുന്ന ഒരു പേര് കൊടുക്കണം, മലയാളം ടൈപ്പിംഗ്. സോറി, ഓക്കെ. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഐഡൻറ്റിഫൈ ആകുന്നത് ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിന് എന്ത് ചെയ്ത് കൊടുക്കാം, ഒരു പേര് അവിടെ കൊടുത്തേക്കാം. ഓക്കെ, Ctrl+V അടിച്ച് എന്ത് ചെയ്യുക, ഇവിടുന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കി, നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടുന്ന് മലയാളം ടൈപ്പിക്കുന്ന എഴുതിയപ്പോൾ കോപ്പി ചെയ്തപ്പോൾ ശരിയാണ്, പക്ഷേ പ്രീമിയറിലേക്ക് വന്നപ്പോൾ എന്തായിപ്പോയി കണ്ടോ, AEMB ഇങ്ങനെ ഒരു ലാംഗ്വേജ് ആയിപ്പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു FML ഫോണ്ടുകളാണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ അഡോബി അറബിക് എന്നൊരു ലാംഗ്വേജാണ്, അതായത് ഒരു ഫോണ്ടിൻ്റെ നെയിമാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തൊരു ഫോണ്ടാണ് വേണ്ടത്, FML ഫോണ്ടുകളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് FML ഹൈഫൻ ഇട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും കണ്ടോ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള FMLന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫോണ്ടുകൾ കണ്ടോ, നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഏതൊരു ഫോണ്ടാണോ നമുക്ക് വേണ്ടത്, നമ്മളിപ്പോൾ ഈ പല ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ടല്ലോ. ഓക്കെ, അതേപോലെ തന്നെ കണ്ടോ, അതായത് ഇപ്പോൾ FML കാർത്തികക്ക് കണ്ടോ, ഈ ഒരു ടൈപ്പ് ഫോണ്ടായിരിക്കുമല്ലോ കണ്ടോ, ഈ ഒരു മോഡൽ കണ്ടോ, ഈ ഒരു മോഡലിലുള്ള ഒരു മലയാളം ടൈപ്പിക്കുന്നതായിരിക്കും നമുക്ക് ഇവിടെ വരുള്ളൂ. ഇനി FML ലീല എന്നൊരു ഫോണ്ടിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ, അതിന് ഈ ഒരു സ്റ്റൈൽ ഫോണ്ടാണ്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഫോണ്ടുകളുടെ സ്റ്റൈലിൽ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതായത് മലയാളം ടൈപ്പിങ് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഏതൊരു ഇതാണോ നമുക്ക് വേണ്ടത് അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തേക്കാം, ഇവിടുന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഏതൊരു ഒരു ഫോണ്ടിൻ്റെ പേര് അറിയാവുമെന്ന് വയ്ക്കാം, ഇംഗ്ലീഷ് ഫോണ്ട് പോലെ തന്നെ ഏതെങ്കിലും ഒരു ഫോണ്ടിൻ്റെ പേര് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് FML ടൈപ്പ് ചെയ്യാം. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് FML ഇന്ദുലേഖ ഹെവി, അപ്പോൾ FML -2 ഇന്ദുലേഖ. അപ്പോൾ ആ ഒരു ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ, ആ ഒരു ഫോണ്ട് എന്താകും അവിടെ വിസിബിളായിട്ട് വന്നിട്ടുണ്ടാവും. അതുമല്ലെങ്കിൽ FML എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, മലയാളം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, സിമ്പിളായിട്ട്. അതായത് ഒട്ടും അറിയാത്ത ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മലയാളം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന് ശേഷം എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, മലയാളം ടൈപ്പിക്കുന്നത് എന്ത് ചെയ്യുക, നമുക്ക് ഇതിലേക്ക് വലിച്ചിടാം. ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ട ഇത്രയും സിമ്പിളായിട്ടുള്ള അറിവ് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവഴി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.